ഞാൻ രാവിലെ മുതൽ കാത്തിരിക്കുക. വെൽക്കം ബാക്ക് ഹോം ആൻഡ് ഹാപ്പി പ്രഗ്നൻസി. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറയുന്നത് എത്ര ശരിയാ അല്ലേ ഗിരിയേട്ടാ? എനിക്ക് കുറെ നാള് പറ്റിയ പോലെ ഇവിടെ തലയുടെയും പിരി പോയെന്നാ തോന്നുന്നത്. വായെടുത്തി വാ മോളെ വാ. വാസു, ഇത് തമ്മിൽ കണ്ട കീഴും പാമ്പായിരുന്നല്ലോ. പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചേ? ചന്ദ്രേട്ടൻ എങ്ങോട്ടാ? ഞാൻ ഇപ്പൊ വരാം. ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം അല്ലല്ലോ അത്. എവിടെ പോകുന്നു ഞാൻ ചോദിച്ചത്. എനിക്ക് സുമയെ ഒന്ന് കാണണം. ഓ, എനിക്കത് അറിയായിരുന്നു. അതാ ഞാൻ ചോദിച്ചത്. അറിയുന്ന കാര്യമാണെങ്കിൽ പിന്നെ ചോദിക്കുന്നത് എന്തിനേ? അതുമല്ല, ഞാൻ എവിടെ പോകുന്നു വരുന്നു എന്നൊക്കെ ഉള്ളത് ഇന്ന് വരെ നിന്നോട് ചോദിച്ച അനുവാദം വാങ്ങിയിട്ടല്ലല്ലോ ചെയ്തിട്ടുള്ളത്. ഈ വിഷയത്തിൽ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചന്ദ്രേട്ടാ. ചില കാര്യങ്ങളിലേ കുടുംബത്തിന്റെ താല്പര്യം കൂടി നോക്കണം. ഞാൻ സുമിതയെ കാണാൻ പോകുന്നതും കുടുംബത്തിന്റെ താല്പര്യങ്ങളും തമ്മിൽ എന്താ ബന്ധം? എനിക്കത് മനസ്സിലാകുന്നില്ല. ചന്ദ്രേട്ടൻ ഒന്നും മനസ്സിലാവില്ല. അത് പണ്ടേ അങ്ങനെ ആണല്ലോ. എന്താ അമ്മേ, എന്താ പ്രശ്നം? അങ്ങോട്ട് തന്നെ ചോദിക്കും. ഇങ്ങേർക്ക് ഇപ്പൊ സുമിയെ കാണാൻ പോണോന്ന്. ഞാൻ പറഞ്ഞു പോകാൻ പറ്റില്ലെന്ന്. പോയേ പറ്റൂന്ന് വാശി പിടിച്ച് നിൽക്കുന്ന നിൽപ്പാ ഇത്. എന്താ അച്ഛാ, അമ്മ പറഞ്ഞാൽ എന്താ തെറ്റ്? അച്ഛനിപ്പോ എന്തിനാ സുമിതേച്ചി കാണാൻ പോകുന്നേ? എടാ, അവള് ജയിലിൽ നിന്ന് വന്ന സ്ഥിതിക്ക് നമ്മളൊന്ന് പോയി കാണണ്ടേ? പോരാത്തതിന് അവള് ഗർഭിണിയുമാണ്. അച്ഛൻ എന്ത് മണ്ടത്തറയാ പറയുന്നേ? ഈ അവസ്ഥയിൽ ചേച്ചിയെ കാണാൻ അച്ഛൻ അവിടേക്ക് പോയാ അത് നിതീഷ് അളിയനും അവിടുത്തെ അമ്മയ്ക്കും ഇഷ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? അത് മാത്രമല്ല, അത് നന്ദുവിന് എന്തുമാത്രം സങ്കടമാവും. അതെന്താ അച്ഛൻ ഓർക്കാത്തെ? അതുകൊണ്ട് പോവാതിരിക്കുന്നതല്ലേ നല്ലത്. ശ്രീ എന്ത് വർത്താനീ പറയുന്നേ? സ്വന്തം മകള് ഗർഭിണിയാണെന്നറിഞ്ഞ ഏതൊരച്ഛനും അവളെ കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? പോരാത്തതിന് ഇത്രയും ദിവസം ജയിലിൽ കിടന്നിട്ട് വരുമ്പോ